റഷ്യയുടെ എയർ ബേസുകൾക്ക് മേൽ ഉക്രൈൻ ഒരു വൻ ഡ്രോൺ ആക്രമണം നടത്തി. അതുമായി ബന്ധപ്പെട്ട 2 വീഡിയോ നമ്മൾ അറിഞ്ഞു. എന്നാൽ ഇതിനുശേഷം വലിയ തോതിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പലരും പറയുന്നൊരു കാര്യം, അതെന്താ, റഷ്യയുടെ A-50 AWACS വിമാനങ്ങൾ നശിച്ചു എന്നല്ലേ പറയുന്നത്. സത്യത്തിൽ റഷ്യയുടെ ബോംബർ ഫ്ലീറ്റുകൾ നഷ്ടമായതിലധികം A-50 AWACS വിമാനങ്ങൾ നഷ്ടപ്പെടുന്നത് റഷ്യയ്ക്ക് വലിയൊരു നഷ്ടമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പലരും ചിന്തിക്കുന്നത് പോലെ ഈ ഒരു സംഭവത്തിൽ 2 A-50 AWACS വിമാനങ്ങൾ റഷ്യ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇതിനു പുറകിൽ വലിയ തോതിലുള്ള തെറ്റായ വിവരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉക്രൈൻ ഔദ്യോഗികമായി പങ്കുവച്ച വീഡിയോയിൽ നിന്നുള്ള തെളിവുകളടക്കം സത്യം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ വിശദമായി അറിയാൻ പോകുന്നത്. സ്പൈഡർ വെബ് പുറത്തുവിട്ട പൂർണ്ണ വീഡിയോ നമുക്കിവിടെ കാണിക്കാൻ സാധിക്കില്ല. അതിനാൽ ചെറിയ ചെറിയ ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ട്സ് ഇവയെല്ലാം ഇവിടെ ചേർക്കാം. ഈ ക്ലെയിം എങ്ങനെ ആരംഭിച്ചു, ഇതിൽ എത്രത്തോളം നഷ്ടം റഷ്യയ്ക്ക് സംഭവിച്ചു എന്നുള്ളതിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. 41 വിമാനങ്ങൾ റഷ്യയ്ക്ക് നഷ്ടമായി. സത്യത്തിൽ ഇതൊരു വലിയ കള്ളക്കഥയാണ്. ഇതൊരു വലിയ പ്രചരണം തന്നെയാണ്. യഥാർത്ഥത്തിൽ മാക്സ് ടെക്നോളജീസ് എന്ന അമേരിക്കൻ സാറ്റലൈറ്റ് കമ്പനി, ഇവർ ഉക്രൈന് വിവരങ്ങൾ നൽകുന്ന ഒരു അമേരിക്കയുടെ സാറ്റലൈറ്റ് കമ്പനിയാണ്. അവിടെ ആ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ ആർക്കും ദൃഢമായി പറയാൻ കഴിയും, ആ എയർബേസിൽ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടത് മൊത്തം 13 വിമാനങ്ങൾ മാത്രം. അതിൽ 8 Tu-95 ബോംബറുകളും 4 Tu-22 ബോംബറുകളും ഒരു AN-128 എയർക്രാഫ്റ്റും ഉൾപ്പെടും. അപ്പോൾ 41 വിമാനം എന്നത് ഉക്രൈൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി കുപ്രചരണം നടത്തിയതാണ്. കൗണ്ട് അവിടെ വളരെ അധികമായി തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, ഇത് ഉക്രൈൻ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അപ്പോൾ യഥാർത്ഥ നഷ്ടം വെറും 13 വിമാനങ്ങൾ മാത്രമാണ്. ഉക്രൈൻ പറഞ്ഞതിൽ 1/3 നഷ്ടം മാത്രമാണ് ഇവിടെ യഥാർത്ഥ കണക്ക്. അങ്ങനെയാണെങ്കിൽ റഷ്യയ്ക്ക് അത് നഷ്ടം അല്ലേ? ഇപ്പോൾ സംഭവിച്ച നഷ്ടങ്ങളൊക്കെ ഏത് കണക്കിലാണ് പെടുത്തുക? 13 വിമാനങ്ങൾ അത്ര വലിയ കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് റഷ്യയ്ക്ക് വലിയൊരു തിരിച്ചടിയും നഷ്ടവുമാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമണത്തോട് താരതമ്യം ചെയ്യാവുന്നതാണ്. എന്നാൽ ഉക്രൈൻ വാദിക്കുന്നത് പോലെ വലിയ നഷ്ടമൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. ഉക്രൈൻ ഇങ്ങനെ ഒരു ക്ലെയിം നടത്താൻ കാരണം ഈ സാറ്റലൈറ്റ് കമ്പനിയുടെ പക്കൽ നിന്നും ലഭിച്ച ഇമേജ് ആണ്. ഈ ഇമേജ് നിങ്ങൾക്ക് നന്നായി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. റഷ്യയുടെ A-50 AWACS വിമാനം, ആ വിമാനത്തിന് മുകളിലുള്ള റഡാർ ഡോം, അതിൽ നിന്നും ഒരു കറുത്ത നിറത്തിലുള്ള പുക വരുന്നത് പോലെ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടാകും. ഇതാണ് അവർ ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ കാണിച്ചത്. അതായത് ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ ഈ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വാർത്തകൾ പുറത്തുവിട്ടത്. നോക്കുക, ഈ വിമാനം ഒരു പക്ഷേ ഡാമേജ് ആയിട്ടുണ്ടാകാം, അവിടെ നിന്ന് കറുത്ത പുക വരുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് യഥാർത്ഥ സ്മോക്ക് അല്ല. ഈ മുകളിൽ കവർ ചെയ്തു വച്ചിരിക്കുന്ന ടയേഴ്സിന്റെ ഇമേജ്, അതിന്റെ ഷാഡോ എല്ലാം ചേർന്ന് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതല്ലാതെ ആ വിമാനത്തിന് ഏതൊരു പ്രശ്നവും അവിടെ സംഭവിച്ചിട്ടില്ല. ഇത് സത്യത്തിൽ ആ ഡേറ്റ് തന്നെ നോക്കിയാൽ മനസ്സിലാകും. സ്ട്രൈക്ക് നടന്ന് അവസാനിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫോട്ടോ തന്നെ കമ്പനി എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ SBU വീഡിയോയിൽ ഒരു കാര്യം കാണിച്ചല്ലോ, ഉക്രൈൻ ഡ്രോൺ നേരിട്ട് ചെന്ന് റഷ്യയുടെ A-50 AWACSൽ ചെന്ന് പതിക്കുന്നതൊക്കെ. പതിച്ച് പിന്നീട് അതിന്റെ സിഗ്നൽ ലോസ് ആകുന്ന രീതിയിൽ ഒരുപാട് ഫുട്ടേജ് പുറത്തു വന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഫേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആ വീഡിയോ ഫേക്ക് അല്ല. എന്നാൽ ആ വീഡിയോയിൽ ഒരു വിമാനം കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. സത്യത്തിൽ ഈ വീഡിയോ കണ്ടവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് ഏത് തരത്തിലുള്ള വിമാനം, അവിടെ ഉക്രൈൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. ആ വീഡിയോയിലെ ചെറിയൊരു ക്ലിപ്പ് നോക്കുക. ഈ ഡ്രോൺ ചെന്ന് ആ വിമാനത്തിൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത് ഒരു വിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനത്തിൽ ചെന്ന് ഡ്രോൺ തട്ടുമ്പോൾ നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തൊട്ടടുത്തുണ്ടായിരുന്ന അതേ രീതിയിലുള്ള വിമാനത്തിൽ എൻജിൻ പോലും ഇല്ല. എൻജിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വിമാനങ്ങൾ സർവീസ് യാർഡിൽ നിർത്തിവെച്ചിട്ടുള്ളതായിരിക്കണം, അതല്ലെങ്കിൽ റഷ്യയ്ക്ക് എക്കണോമിക് സാങ്ഷൻസ് നൽകിയതിനു ശേഷം ഒരുപാട് സ്പെയർ പാർട്ട് പ്രശ്നം വന്നിരുന്നു. അങ്ങനെ ഈ മാറ്റിവെച്ചിരിക്കുന്ന വിമാനങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമായ സ്പേസ് എടുക്കുന്നതിനു വേണ്ടി വെറുതെ സ്പെയർ പാർട്സിന് വേണ്ടി മാത്രം ആ വിമാനത്തെ ഉപയോഗിച്ചിട്ടുണ്ടാകണം. തൊട്ടടുത്തുണ്ടായിരുന്ന വിമാനം ഒരു പക്ഷേ സർവീസിൽ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനെ ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഞങ്ങൾ ആക്രമിച്ച ഒരു വിമാനം ഉണ്ടല്ലോ, അത് A-50 AWACS അല്ലേ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതും പറയാം. ഈ ഡ്രോൺ സ്ട്രൈക്ക് സംഭവിച്ച ആ വിമാനത്തിന്റെ റൈറ്റ് വിങ്ങിന് അടിയിൽ നിങ്ങൾ നോക്കുക. അതിൽ 2 എഞ്ചിൻ ഉണ്ടാകണം, പക്ഷെ അതിൽ ഒരു എഞ്ചിൻ പോലും ഇല്ല. എഞ്ചിൻ ഇല്ല എന്നതിനപ്പുറം ഈ തൊട്ടടുത്തുള്ള ഫാൻ പൈൽ കവർ, എഞ്ചിന് പിന്നിലുള്ള ആ ഭാഗങ്ങൾ,
അതുപോലും അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ പൂർണ്ണമായും ഉക്രൈൻ സ്ട്രൈക്ക് ചെയ്തതായി പറയുന്ന ആ 2 വിമാനങ്ങളും റഷ്യയുടെ സർവീസിൽ പോലും ഇല്ലാത്ത വിമാനങ്ങളാണ്. അതായത് അവരുടെ പഴയ വിമാനങ്ങൾ, സ്പെയറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിമാനങ്ങൾ. അങ്ങനെ റഷ്യ മാറ്റിവെച്ചിരുന്ന വിമാനങ്ങളെ ആക്രമിച്ചിട്ട് ഉക്രൈൻ ഇത്ര വലിയൊരു ക്ലെയിം നടത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ A50 AWACS പോലെ കാണുന്ന വിമാനം യഥാർത്ഥത്തിൽ സർവീസിൽ ഇല്ലാത്ത, എഞ്ചിൻ പോലും ഇല്ലാത്ത പഴയൊരു മോഡലായിരുന്നു. മറ്റൊരു വിമാനത്തിൽ ഇതിന്റെ ഭാഗങ്ങൾ എടുക്കാൻ വച്ചിരുന്നതാണ്. അതിനാൽ ഇതിനെ തകർത്തിട്ട് AWACSനെ തകർത്തു എന്ന രീതിയിൽ വാദിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഡ്രോൺ സ്ട്രൈക്ക് ഉണ്ടായി, അത് ശരിയായ സംഭവമാണ്. പക്ഷെ അതിന്റെ ലക്ഷ്യം എന്നത് സർവീസ് ഇല്ലാത്ത ഒരു വിമാനമായിരുന്നു. അടുത്തത് ഉക്രൈന്റെ ക്ലെയിം A50U വേരിയന്റ് ഞങ്ങൾ ആക്രമിച്ചു എന്നാണ്. അതായത് റഷ്യയുടെ ആർസനലിൽ A50U എന്നതാണ് ഇപ്പോഴത്തേക്ക് ടോപ്പ് മാച്ച് ഒരു സിസ്റ്റം. ഇതിന്റെ അപ്ഡേറ്റഡ് വേരിയന്റ് A100 AWACS ആണ്. അതിപ്പോഴാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ A50U വേരിയന്റിൽ നിന്നും അത് സുപ്പീരിയർ ആണ്. ഇപ്പോഴത്തേക്ക് നിലവിലുള്ളത് A50U വേരിയന്റ് ആണ്. അതിനെ ആക്രമിച്ചു എന്നാണ് ഉക്രൈൻ പറഞ്ഞത്. പക്ഷേ ഈ ഡ്രോൺ സ്ട്രൈക്ക് നടന്നപ്പോൾ ആ വിമാനത്തിന്റെ ടെയിൽ ഡിസൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഒഫീഷ്യലായി ഉക്രൈൻ പുറത്തുവിട്ട ആ വീഡിയോയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സാധാരണ A50U വേരിയന്റിന്റെ ടെയിൽ ഡിസൈൻ വലിയൊരു ഷാർപ്പ് ആംഗിളോട് കൂടിയായിരിക്കും അവസാനിക്കുക. അതാണ് A50Uന്റെ ടെയിൽ മോഡൽ. പക്ഷെ വീഡിയോയിൽ കാണിക്കുന്ന വിമാനം, അവർ സ്ട്രൈക്ക് ചെയ്തതായി പറയപ്പെടുന്ന ആ വിമാനത്തിന്റെ ടെയിൽ ഡിസൈൻ നോക്കിയാൽ അതൊരു റെക്ടാങ്കുലർ ബോക്സ് പോലുള്ള മോഡലായിരിക്കും. ആ തിക്നെസ് ആദ്യം മുതൽ അവസാനം വരെയും ഒരു അല്പം പോലും കുറഞ്ഞിട്ടേ ഇല്ല. അതൊരു ഓൾഡർ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വേർഷന്റെ പേര് A50M അല്ലെങ്കിൽ A50I എന്ന 2 വേരിയന്റ് ആണ്. തുടക്കത്തിൽ ചില പ്രോട്ടോടൈപ്പായി നിർമ്മിച്ചു. അതുപോലെ ആരംഭത്തിലെ നിർമ്മിച്ച പഴയ ഓൾഡർ വിമാനങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഈ 3 വിഷ്വൽ കൺഫർമേഷൻസ് വെച്ച് പറയാൻ സാധിക്കും ഉക്രൈൻ അവിടെ സ്ട്രൈക്ക് ചെയ്തത് പഴയ മോഡലിലായിരുന്നു, സർവീസിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളിലല്ല. ശരി, ഇപ്പോഴും പലർക്കും വിശ്വാസം വരുന്നില്ല. ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ടാകും, തീർച്ചയാണ്. അതിന്റെ എവിഡൻസ് അവർ തന്നെ പബ്ലിഷും ചെയ്തു. ഇതിൽ എന്താണുള്ളത് എന്നൊക്കെ പലർക്കും ഇപ്പോഴും ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഉക്രൈൻ സത്യത്തിൽ വിമാനങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഉക്രൈൻ തന്നെ ക്ലെയിം നടത്തിയ ആ ഇമേജ് നിങ്ങൾ ഒന്നുകൂടെ എടുത്തു നോക്കുക. ആ ബ്ലർ ചെയ്ത ഇമേജിൽ തന്നെ വിമാനത്തിന്റെ റഡാർ ഡോം നന്നായി തിളങ്ങുന്നത് പോലെ കാണാം. അതിൽ ഡസ്റ്റോ കളർ ചേഞ്ചോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആ ഒരു വിമാനത്തെ ഇവർ ആക്രമിച്ചതായാണ് ഇവർ തന്നെ ക്ലെയിം നടത്തിയത്. പക്ഷെ ആ വീഡിയോയിലുള്ള ഫുട്ടേജും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ആ ഡ്രോൺ ചെന്ന് പതിക്കുന്ന ആ ഒരു വിമാനം, അതിന് പുറമേയുള്ള റഡാർ ഡോം തുരുമ്പ് പിടിച്ച് ഒരു ബ്ലാക്ക് ബ്രൗൺ നിറത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ വീഡിയോയിലുള്ള വിമാനത്തെയും കാണിച്ച ഇമേജിലുള്ള വിമാനവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇവ രണ്ടും വ്യത്യസ്തമാണ്. ഉക്രൈൻ ആക്രമിച്ചതായി പറഞ്ഞ വിമാനങ്ങൾ സർവീസ് യാർഡിൽ നിർത്തിവെച്ചിരുന്ന വിമാനങ്ങളെയാണ്. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കാം. ഉക്രൈൻ റഷ്യയുടെ എയർബേസസിനെ സ്ട്രൈക്ക് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അമേരിക്കയുടെ സാറ്റലൈറ്റ്സ്, യൂറോപ്യൻ യൂണിയനിലെ സൈനിക സാറ്റലൈറ്റ്സ് എല്ലാം ഇഞ്ച് ബൈ ഇഞ്ചായി റഷ്യൻ ബേസസിനെ നിരീക്ഷിക്കും. അവിടെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് 24/7 അവിടെ നിരീക്ഷണത്തിലായിരിക്കും. കാരണം ഇതിനു മുൻപ് ഓരോ തവണ സ്ട്രൈക്ക് നടക്കുമ്പോഴും എന്തിന് റഷ്യ ഡ്യൂപ്ലിക്കേറ്റ് വിമാനങ്ങളെ പെയിന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്നതുൾപ്പെടെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ കമ്പനികളെല്ലാം. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ A50 AWACS വിമാനം നശിപ്പിച്ചു എന്നവർ പറയുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ ഒരു ഇമേജ് എങ്കിലും ഇവരെ കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ അങ്ങനെ ഏതൊരു ഇമേജും, ആ ബ്ലഡ് ഇമേജ് അല്ലാതെ മറ്റൊന്നും ഇവരെ കൊണ്ട് പുറത്ത് എവിഡൻസായി കാണിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതേസമയം ആ ബോംബേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്ര വിമാനങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞത് തന്നെ സാറ്റലൈറ്റ് ഇമേജ് കമ്പനി തന്നെയാണ്. റഷ്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായും അവർ പറയില്ല. അങ്ങനെ പറഞ്ഞാലും കൗണ്ട് കുറച്ചേ പറയൂ. ഇപ്പോഴത്തേക്ക് കമ്പനികൾ കൺഫേം ചെയ്ത വാർത്ത തന്നെ 13 വിമാനങ്ങളെന്നാണ്. എന്നാൽ ആ വിവരങ്ങളിലൊന്നും A50 AWACS വിമാനങ്ങളെ നശിപ്പിച്ചു എന്ന വാർത്ത അവരെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ പൂർണ്ണമായും A50 AWACS വിമാനങ്ങളെ നശിപ്പിച്ചു എന്നുള്ളത് ഉക്രൈൻ്റെ ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. നശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ആക്രമിച്ച വിമാനം ഔട്ട് ഓഫ് സർവീസിലുള്ളത്, അവരുടെ സേനയിൽ നിന്നും മാറ്റി സ്പെയർസിന് വേണ്ടി മാത്രം നിർത്തിവെച്ചിരുന്ന വിമാനങ്ങളെയാണ് ഉക്രൈൻ നശിപ്പിച്ചത്. മറ്റ് വിമാനങ്ങളെക്കാളും എന്തുകൊണ്ട് A50 AWACS ഇത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നു എന്നൊരു ചോദ്യം വരാം. അതിന് വലിയ കാരണങ്ങളൊന്നും ഇല്ല. ഇത് റഷ്യയുടെ ഏരിയൽ സുപ്പീരിയോറിറ്റി കാണിക്കുന്ന ഒരു വിമാനമാണ്. ഈ വിമാനം പറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പറക്കുകയാണെങ്കിൽ, അത് ആ സ്ഥലത്ത് നിന്നും 600 കിലോമീറ്റർ വരെയും ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ലോ ഫ്ലൈയിങ് ഓബ്ജക്റ്റ് മുതൽ അതിലെല്ലാം ഉൾപ്പെടും. സാധാരണ തറയിൽ നിന്നും കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന മിസൈൽസിനെ ഏതൊരു റഡാസിനെ കൊണ്ടും, ഗ്രൗണ്ട് ബേസ്ഡ് റഡാസിനെ കൊണ്ട് പിക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഈ AWACS വിമാനത്തെ കൊണ്ട് അതിനെ പിക്ക് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇത് റഷ്യയ്ക്ക് ഒരു വലിയ അസറ്റ് തന്നെയാണ്. അതും ഉക്രൈൻ എന്നൊരു പ്രശ്നത്തെക്കാളും നാളെ നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു പ്രശ്നം വരികയാണെങ്കിൽ ഈ വിമാനം ഒരു ഹൈ വാല്യൂ അസറ്റ് ആണ്. അത്തരം ഒരു ഹൈ വാല്യൂ അസറ്റ്സിനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് ഉക്രൈൻ പറയുകയാണെങ്കിൽ ഇവരെ കൊണ്ട് യൂറോപ്യൻ പാർട്ട്നേഴ്സിനെയും വെസ്റ്റേൺ പാർട്ട്നേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ലഭിക്കുകയാണെങ്കിൽ ഉക്രൈൻ ആവശ്യമായ ലോൺസ്, അവർക്ക് ആവശ്യമായ സഹായം എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ അവരിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്ട്രൈക്കിൽ ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് 13 എണ്ണം. എന്നാൽ റഷ്യയുടെ ഏവാക്സ് വിമാനം, ആക്റ്റീവായ ഏവാക്സ് വിമാനങ്ങളെ ഒന്നും അവർ നശിപ്പിച്ചിട്ടേയില്ല. ഇത് വീണ്ടും തെളിവുകളോടുകൂടി പറയണമെങ്കിൽ ഈ സ്ട്രൈക്ക് നടന്ന അടുത്ത 2 ദിവസത്തിൽ തന്നെ അതേ ബേസിൽ, ഇവാനോ ബേസിൽ നിന്നും റഷ്യയുടെ A-50 ഏവാക്സ് വിമാനങ്ങൾ അതിന്റെ റെഗുലർ മിഷൻസ് അവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഉക്രൈൻ ആക്രമിച്ചത് ഡമ്മി വിമാനങ്ങളെയാണ്, ഒറിജിനൽ A-50 ഏവാക്സ് അല്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതൊരു കമ്പാരിസൺ പോലെയാണ് ചെയ്തത്. ഫുൾ വീഡിയോ നമുക്കിവിടെ കാണിക്കാനും സാധിക്കില്ല. നിങ്ങൾക്ക് ലഭ്യമാകുന്ന മറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടെ വിശകലനം ചെയ്യാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഉപയോഗിക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.